കഴിഞ്ഞ 4 എപ്പിസോഡുകളായി നമ്മൾ കോതമംഗലം രൂപതയുടെ വാഴപ്പള്ളിയിലുള്ള ശാന്തിനിലയം പ്രീസ്റ്റ് ഹോമിലെ അച്ഛന്മാരെയായിരുന്നു പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കോതമംഗലം രൂപതയിലെ 2ാമത്തെ പ്രീസ്റ്റ് ഹോമായ സാൻജോ ഭവൻ മുതലക്കുടത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ 18 വൈദികരാണ് വിശ്രമജീവിതം നയിക്കുന്നത്. അഭിമന്യ പിതാവിൻ്റെ ആപ്തവാക്യം സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുപോലെ എന്നും സ്നേഹത്തോടെയും സഹകരണത്തോടെയും കൂടെയാണ് ഈ വൈദികർ ഇവിടെ ജീവിക്കുന്നത്. ഇവരിൽ കുറച്ചുപേരെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് നെല്ലിമറ്റം ഇടവക്കാരനായ ജോൺ ഇലഞ്ഞേടത്തച്ഛനെ കുറിച്ചാണ്. അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒന്നുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ആളുകളെ ഒരുമിച്ച് കൂട്ടി അവിടെ ദേവാലയങ്ങൾ പണിയുകയും ഒത്തിരി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അച്ഛനാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ പ്രവർത്തിച്ച ഈ വലിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. അച്ഛാ സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ഞാൻ വളരെ സന്തോഷമായിട്ടാണ് ഇപ്പോൾ റിട്ടയർഡ് ആയെങ്കിലും സന്തോഷത്തിന് ഇച്ചിരി കൂടുതലുള്ളൂ. ഇടവേലിരുന്നപ്പോൾ ടെൻഷൻ കൂടുതലായിരുന്നു. അപ്പോൾ അച്ഛാ, നമ്മുടെ മലാക്കിയുടെ പുസ്തകം 2ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുരോഹിതൻ അതരത്തിലെ ജ്ഞാനം സൂക്ഷിക്കണം, ജനം ജ്ഞാനം തേടി അവനെ സമീപിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 50ഓളം വർഷങ്ങൾ പല ഇടവകളിലായിട്ട് അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സംഭവ ബഹുലമായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നൊരു അവസരം കൂടിയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കത് പങ്കുവെക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള വിളിയിലേക്ക് എത്തിച്ചേരാനായിട്ട് തീർച്ചയായിട്ടും മാതാപിതാക്കൾ, അതുപോലെ തന്നെ ബാല്യം ഒക്കെ അല്ലേ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ആദ്യം പഠിച്ചത് ഗവൺമെൻറ് LP സ്കൂളിലാണ്. അവിടെ നമ്മുടെ ആത്മീയമായിട്ടൊന്നും ഒരു കാര്യങ്ങളും നൽകുന്നില്ലായിരുന്നു. മാരമംഗലം എന്ന് പറയും, പുത്തുവഴിയിൽ മാരമംഗലത്ത്. എൻ്റെ വീടിൻ്റെ പറമ്പ് കഴിഞ്ഞാൽ ഈ ഇവിടെ പള്ളിക്കൂട, അവിടെ LP സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ പോയത് UP സ്കൂള് എൻ്റെ ഇടവ സ്കൂളിലാണ്. അത് നെല്ലിമറ്റം സെൻറ്റ് ജോസഫ്സ് UP സ്കൂള്. അതിൻ്റെ ജൂബിലിയാണ്. എന്നെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട്. 75 വർഷമായി തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല ആത്മീയമായിട്ട്. വീട്ടിലൊന്നും പ്രാർത്ഥനയില്ല, അതൊരിക്കലും മുടക്കുകയില്ല. അപ്പച്ചനും അമ്മയും ഞങ്ങളെല്ലാം ഒന്നിച്ച് പ്രാർത്ഥനയിൽ സ്തുതി. വീട്ടിലെ കാര്യങ്ങളെന്ന് പറയാ, വീട്ടിൽ ഞങ്ങൾ 6 പേരാണ് മക്കൾ. മൂത്തയാൾ സിസ്റ്റർ, ബാക്കി അതിൻ്റെ ഇളയത് ഞങ്ങൾ 5 ആണുങ്ങളാണ്. ഞാൻ 2ാമത്തെ, ആണുങ്ങളിൽ 2ാമത്തെ, മൂത്തത് പെങ്ങളുണ്ട്. അങ്ങനെ ഒരു 3ാമത്തെയാണ് ഞാൻ മൊത്തത്തിൽ വരുമ്പം. അപ്പോൾ പെങ്ങൾ തൃശ്ശൂരാണ്, കെട്ടിച്ചു വിട്ട് തൃശ്ശൂരാണ് അവർ താമസിക്കുന്നത്. അതിന് 2 മക്കൾ കന്യാസ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ആദ്യം ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. UP സ്കൂളിൽ ഞാൻ ചെന്നത് നെല്ലിമറ്റം സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അവിടെ നല്ല രീതിയിലാണ് സിസ്റ്റേഴ്സാണ് അധികം പേര്, SD സിസ്റ്റേഴ്സ് അവിടെ. അപ്പോൾ അവരുടെ ഒരു ഫോർമേഷനിൽ ഞാൻ 5ാം ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പം അവർ എന്നെ സ്കൂൾ ലീഡറാക്കി. ആദ്യം തന്നെ വിളിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ചുമതലയേൽപ്പിക്കുകയാണ്. കുർബാനയ്ക്ക് കൂടാൻ പഠിക്കണമെന്ന് പറയും. അപ്പോൾ എനിക്കും വലിയ താല്പര്യം തോന്നി. അപ്പോൾ ഈ പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ അച്ഛനിങ്ങനെ സുറിയാനി കുർബാനയാണ് നടത്തണമൊക്കെ. ഞാനെന്നിട്ട് സുറിയാനി കുർബാന കാണാപ്പാടം പഠിച്ചതിൻ്റെ സഹായി ചെല്ലേണ്ട ഭാഗം. അപ്പോൾ അത്തരം പുസ്തകമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞാനത് ചൊല്ലി പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കുർബാനയ്ക്ക് കൂടാനായിട്ട്. അന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും കാണുന്നുണ്ട് നമ്മളെ, അവർ ചിന്തകളുടെ ഉള്ളിലുണ്ടായി. അങ്ങനെ തോന്നിയത് ആദ്യം. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, കുർബാനയ്ക്ക് പോകണമെന്നായി. അപ്പോൾ സിസ്റ്റേഴ്സ് ഒന്നും പള്ളിയിൽ വരുമ്പോൾ ഇത് കാണുന്നുണ്ട്. പിന്നെ അവരെ ഏൽപ്പിച്ച മറ്റൊരു ചുമതല, വൈകിട്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ലൈനായിട്ട്, ഞങ്ങൾ ആ കുത്തുവഴി സ്കൂൾ ലൈനായിട്ട് പള്ളിയിൽ വരും. 4 മണിക്ക് വിട്ട് കഴിഞ്ഞിട്ട് അത് അവർ തന്നിരിക്കുന്ന ഫോർമേഷനാണ്. അവിടെ വന്ന് ഒരു പ്രാർത്ഥന അവിടെ എഴുതി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഞാൻ അവിടെ ചൊല്ലിക്കൊടുക്കും. ലീഡറായിട്ട് വെച്ചു. അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി ചെല്ലും. അപ്പോൾ അങ്ങനെ അതും ചൊല്ലി എല്ലാം. എനിക്ക് ആത്മീയമായിട്ടൊരു പ്രത്യേക താല്പര്യമായി. പിന്നെ പള്ളിയോടും അച്ഛന്മാരോടും ഈ സിസ്റ്റേഴ്സിനോടും ഒക്കെ വലിയൊരു അതിനുള്ള ഒരു കാരണം യഥാർത്ഥത്തിൽ ഈ സിസ്റ്റേഴ്സാണ്. മറ്റ് സാർമാരുണ്ടായിരുന്നവരും നല്ല ആളുകളായിരുന്നു.
അങ്ങനെ അവിടെ വെച്ച് എനിക്ക് 5, 6, 7 7ാം ക്ലാസ്സിൽ തോന്നി എടാ മിഷന് പോയാലോ എന്ന് തോന്നി. മിഷന് പോകാനാണ് മിഷന് പോകാനായിരുന്നു ആദ്യത്തെ ആഗ്രഹം. ഊന്നുകല്ലിൽ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ ഒരച്ഛൻ വരുന്നുണ്ട്. കൽക്കട്ടയ്ക്ക് പിള്ളേരെ കൊണ്ടുപോകാനായിട്ടാണ്, അവിടെ സലേഷനിൽ ചേരാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് സിസ്റ്റർ വരിക അറിഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ പൊക്കോളാൻ പറഞ്ഞു. ആദ്യം ഈ ഊന്നുകല്ലിൽ പോയി പേര് കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പം ഞങ്ങൾ 3-4 പിള്ളേർ കൂടി പോയി. അതിലിപ്പോൾ 2 പേര് അച്ഛന്മാരായിട്ടോ. ഒരാൾ തിരിച്ചു പോകുന്നു, എന്നെ വിട്ടുമില്ല. ഞാനവിടെ ചെന്ന് പേരൊക്കെ കൊടുത്തെല്ലാം കഴിച്ച് 7ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് തൊട്ട് അവർ എടുത്തോളും. അമ്മ ജഗത്ത് സമ്മതിക്കില്ല. അപ്പച്ചൻ അവനുമായിട്ട് ഇരുന്നു. ഞാൻ വൈകുന്നേരം വിവരം പറഞ്ഞു ഞാനിങ്ങനെ കൽക്കട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവരങ്ങ് അന്തിച്ചു പോയി. മിഷനൊന്നും പോകണ്ട, എൻ്റെ മോൻ പോവുകയാണെങ്കിൽ ഇവിടെ അടുത്ത സെമിനാരി ഉണ്ടല്ലോ കോതമംഗലത്ത്. ഞങ്ങൾ കോതമംഗലം ഇതിന് പോകുന്നതിന് കുഴപ്പമില്ല, ദൂരെ പോകരുതെന്ന് പറഞ്ഞു. 3 കിലോമീറ്റർ ഉള്ളൂ വീട്ടിൽ നിന്ന് ഈ മൈനർ സെമിനാരിയിലേക്ക്. കോതമംഗലം അടുത്താ എൻ്റെ വീട്, കുത്തുഴിയിലാണ്, നെല്ലിമറ്റ ഇടവേ. അങ്ങനെ പറഞ്ഞ് ഞാനൊരാശ്വാസം എന്നാൽ വിടുവിൽ പോയതായിരുന്നു. പിന്നെ ഞാൻ സമാധാനമായിട്ട് വീട്ടിൽ തിരിച്ച് പള്ളിക്കൂടത്തിൽ പോയി വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ സെൻറ്റ് ജോർജിലാണ് പോയത്. അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോഴത്തേന് ഞാൻ അപേക്ഷ വെച്ചു. വികാരിച്ചിനോട് ഒന്ന് പറഞ്ഞു. അപ്പോൾ പോത്തനാവഴി പിതാവാണ്. ഈ പോത്തനാവഴി പിതാവ് ഞങ്ങളുടെ ഇടവകയിലിരുന്ന ആളാണ്, വികാരിയായിട്ട് ആദ്യകാലത്ത് ഇരുന്ന ആളാണ്. അപ്പോൾ പിതാവിന് ഞങ്ങളുടെ കുടുംബത്തെ പറ്റി അറിയാം, ഈ വെള്ളാങ്കലച്ചനുമായിട്ട് പരിചയമുണ്ട്. ആ രീതിയിൽ അപ്പച്ചൻ വഴിയുള്ള ബന്ധം അറിയാം. അമ്മ അരക്കക്കുടിയില്ല അമ്മ. പിന്നെ ഒന്നും ചോദിച്ചില്ല, എനിക്ക് പിതാവിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ശരിയായി. പിന്നെ അങ്ങനെ സെമിനാരി ചേർന്നു. സെമിനാരി ചേർന്ന് പഠിച്ചു. ആ കാലങ്ങളിലും പഠനത്തിന് ഞാൻ ആവറേജ് ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു സെമിനാരിയിൽ, മൈനർ സെമിനാരിയിൽ കോതമംഗലത്ത് 2 വർഷമുള്ളൂ. അത് കഴിഞ്ഞ് മേജർ സെമിനാരിയിൽ കോട്ടയത്താണ് വടവാതൂർ സെമിനാരിക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് ഒരു ദൈവവിളി ക്യാമ്പിലോ ഒന്നിനും ചേർന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ നാച്ചുറലായിട്ട് എനിക്കിങ്ങനെ തോന്നി, അതിനോടൊരു താല്പര്യം തോന്നി. അതിൻ്റെ ഈ ആരാധനയോടൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. 4 മണി ആരാധനയും പിന്നെ ഇതിന് വരും. 4 മണി ആരാധനയും കോതമംഗലത്ത് പോകും. അതുപോലെ തന്നെ ഈ പെസഹ വ്യാഴാഴ്ച ഒരു ആരാധനയുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആരാധന. അപ്പം ഞങ്ങളിങ്ങനെ തൂമുക്കുറ്റി വീശണം. അതിപ്പോൾ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾ ഞാനൊരാളാണ് വിശ്വാസം. അത് കഴിഞ്ഞ് വിചാരിച്ചു വന്നു നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി കാപ്പി കുടിച്ചേച്ചു അതുവരെ കപ്പിയാൽ വീശിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങി വെച്ച് താഴെ ചൂളപ്പരയുണ്ട്. പള്ളി പണിതപ്പോൾ കക്കാ നീറ്റുന്ന ഒരു ചൂളപ്പര, അതിൻ്റെ പുറകെ മറിഞ്ഞിരുന്നു. പോയില്ല നേരത്തെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓടിക്കയറി പോന്നു. അപ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ കപ്പിയാരോട് മേടിച്ച് തുമ്മുകുറ്റി വീശുവാണ്. ഞാനൊന്നും കഴിച്ചിട്ടില്ല. പുക മൂത്തേക്ക് അടിച്ചു. ഞാനവിടെ ഛർദ്ദിച്ചു മധുവായിൽ. അപ്പോൾ കപ്പിയാർ പറഞ്ഞു സാരമില്ല എന്ന് പറഞ്ഞ് നല്ലൊരു ചേട്ടനാണ്, വർക്കിച്ചേട്ടൻ. പുള്ളി കല്യാണം കഴിച്ച ആളൊന്നുമല്ല. പുള്ളി അതൊക്കെ ഊരിക്കോളാം, അച്ഛൻ എടുത്തോളാം. അച്ഛൻ ഞാൻ എന്നോട് പറയുമ്പോൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിനോടൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ചെറുപ്പം വരെ. അപ്പം മറുത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ വീട്ടിലും അനുകൂലമായ സാഹചര്യമാണ്, ശാന്തമായ അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ഇപ്പോൾ സെമിനാരി പോണതിനാണെങ്കിൽ അത്യാവശ്യം പൈസ മുടക്കാനും അവർക്കുണ്ട്, വിടാനും അവർക്ക് താല്പര്യമാണ്. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സെമിനാരി പോയതും. അത് കഴിഞ്ഞ് മേജർ സെമിനാരി പോയി. അവസാനം പട്ടത്തിൻ്റെ സമയമായി. അപ്പോൾ ഈ പോത്തനാവഴി പിതാവ് തന്നെയാണ് പട്ടം തരുന്നത്. കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് പട്ടം തരുന്നത്. അങ്ങനെ പട്ടം തന്നു. 20 ദിവസത്തിന് ശേഷം ഞാൻ കല്ലൂർക്കാട് പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ട് പോയി. അവിടെ നിന്ന് പിന്നെ 1 വർഷം അവിടെയായിരുന്നു. അന്നും ഈ കുട്ടികളെയൊക്കെ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അന്നത്തെ കാലത്തൊക്കെ ഈ മിഷൻ ലീഗ് വളരെ ശക്തമായിരുന്നു. എനിക്ക് 2 ഇടവകളിൽ, ഒന്ന് സ്റ്റേറ്റിലും ഒന്ന് രൂപതയിലും ഫസ്റ്റ് മേടിക്കാൻ സാധിച്ചിട്ടുണ്ട് മിഷൻ ലീഗ് സംഘടനാ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ അതിനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആയപ്പോൾ അത് വന്നു. അയ്യോ പാണ്ടിപ്പാറ വെച്ച് മറ്റൊക്കെ പിള്ളേർക്ക് എന്നാ കാര്യമായിരുന്നല്ലോ. 5 ട്രോഫിയാണ് നിരത്തി വെച്ചിരുന്നത്. രൂപതയുടെ ട്രോഫി, സ്റ്റേറ്റിൻ്റെ ട്രോഫി, പിന്നെ മേഖലയുടെ ഇതെല്ലാം നിരത്തി വെച്ച് ഫോട്ടോ. ആ ഫോട്ടോ ഒക്കെ മുഷിഞ്ഞു പോയി, അത് കിട്ടാണ്ടായി. ഞാനത് കൊടുത്തതിന് വേണ്ടിയായിരുന്നു. ഭയങ്കര ഒരു ഇതാണ്. കുട്ടികൾ ഭയങ്കര സഹകരണം. അപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇതാണ്, ഹൈ റേഞ്ചിൽ കൂടുതൽ എളുപ്പമുണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ. ഞാൻ അവസാനം റിട്ടയർ ചെയ്തപ്പോൾ ചിന്തിക്കുന്ന ഇതാണ്, സിമ്പിൾ സോൾസ്. എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഹൈ റേഞ്ചിൽ അന്നത്തെ കാലത്ത്. കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്ന, കട്ടപ്പനയിൽ നിന്ന് നടന്നു വരുന്ന ഈ ഇട്ടിത്തോത് ഓപ്പറാങ്കുടി ഈ ഭാഗത്തേക്കൊക്കെ അങ്ങനെയുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ അച്ഛൻ കഷ്ടപ്പെടുന്നവരച്ഛൻ നടന്നു പോലെ കരിമ്പിനെ ഇറങ്ങി 10 കിലോമീറ്റർ നടന്നാ പള്ളിയിലേക്ക് ചെല്ലുന്നത്. പള്ളിയിൽ ചെല്ലുമ്പോൾ അതുപോലെയുള്ള ഷെഡ് ആദ്യകാലത്ത് ആ പൊളിഞ്ഞു കാടിയ ഷെഡൊക്കെയാണ്. അവിടെ ചെന്നാൽ
തറ മെഴുകിയൊക്കെ ഈ ഷെഡ് എന്ന് പറയുമ്പം എങ്ങനെ ഓലയിട്ട പോലെയല്ല, പുല്ലുണ്ട്, പുല്ലിട്ട ഷെഡായിരുന്നു, പുല്ലിട്ട് മേഞ്ഞത്. 12 കാല് നിരത്തി ഇങ്ങനെ വിട്ടിട്ട് പുല്ല് മേഞ്ഞു. കുർബാന ചെല്ലുന്നതോടെ മാത്രം ഈ ഇത് പരിമ്പ് കൊണ്ട് മറച്ചിട്ടുണ്ട്. ബാക്കി ഒരു ചേർത്ത് ശനിയാഴ്ച വരുമ്പോൾ മെഴുകും, ഈ തറ മെഴുകും. തറ പോലും കെട്ടാണ്ട് മണ്ണം കെട്ടിച്ച് ശരിക്കും മണ്ണം കിട്ടും. തറ കെട്ടാനും ആൾ അവിടെ കൊണ്ടുവന്നാണ് ആദ്യമായിട്ട് വികാരിയായിട്ട് വെച്ചത്. എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവം, വാർത്തയും കൂടെയാണ്. കാരണം അധികകാലം ആയില്ലല്ലോ. അല്ല, അതിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കോലുമേൽ നാട്ടിയിരിക്കുന്ന പുല്ല് ഷെഡിൽ കുർബാന അർപ്പിച്ച തുടങ്ങിയ വൈദികൻ. അപ്പൊ കൈക്കാരൻ വന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ പുതിയ ആളല്ലേ, ചെല്ലുമല്ലേ, അച്ഛാ നമുക്ക് ഈ പള്ളി ഒന്ന് പണിയണമെന്ന് പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായി. ഒരു ലക്ക് കിട്ടില്ല, എനിക്ക് എങ്ങനെ പണി ഇതിലെ പണി. ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു പള്ളി, അവിടെ ഒരു സാമ്പത്തികവും ഇല്ല. പള്ളിമുറിയിൽ വന്ന് പാവപ്പെട്ടവരൊന്ന് പിന്നെ അരി വായ്പ മേടിച്ചുകൊണ്ട് വരും, കഞ്ഞി വയ്ക്കാൻ നിർത്തിയില്ല. കാരണം അവിടെ ഏലക്കാനമെല്ലാം നശിച്ചുപോയി. ഏലക്കാനം നശിച്ചുപോയി, ഇവർക്ക് പണിയൊന്നും ഇല്ലാണ്ടായി. അപ്പോൾ അവിടെ മഹാദാരിദ്ര്യമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഭയങ്കര തണുപ്പുമൊക്കെ ആയിരുന്നു, ഒരു സാധനം ഉണ്ടാവില്ല. തെങ്ങൊക്കെ ഈ മുഴുപ്പുണ്ട്, എൻ്റെ കടയൊക്കെ ചീർത്തിരിക്കും. അതിൽ റബ്ബറൊന്നും ഒട്ടും നടാനും പറ്റുകയില്ല. അപ്പോൾ ആകെ മൊത്തം ഇവർ ഈ കൂലിപ്പണിക്ക് പോയി അങ്ങനെ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. പിന്നെ ഈ കൊട്ടൊടിവാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് ആ രീതിയിലൊക്കെ ആയിരുന്നു അന്ന് തോപ്രാങ്കുടിയിലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു നിവൃത്തിയില്ലല്ലോ. ഞാൻ മനസ്സിലെടുത്ത് പണം എങ്ങനെ ഉണ്ടാവും, എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇവിടെ ഇത് പൊളിച്ചാൽ പിന്നെ പ്രശ്നമാവുമല്ലോ കുർബാനയിൽ. അങ്ങനെ ഇരുന്ന ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്തോടൊരു മണ്ണ് റോഡ് പോകുന്നുണ്ട് സിറ്റിയിലേക്ക്. സിറ്റിയിലും റോഡെല്ലാം റിട്ടാറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളതിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇയാൾ റൊട്ടി കച്ചവടക്കാരനാണ്. അപ്പോൾ അവിടെ കൊണ്ടുവരും, ഞാൻ ആ റൊട്ടി മേടിക്കും, അവിടുന്ന് മേടിച്ച് മുറി കൊണ്ടുവയ്ക്കും. വിലക്കാരുണ്ടെങ്കിലും ഈ റൊട്ടിയും വല്ലപ്പോഴും മേടിച്ചു. അല്ലെ സിറ്റിയിൽ കടയില്ല, താഴെ അങ്ങറ്റത്ത് പോയ ഒരു കടയൊക്കെ ഉള്ളു. അവിടെയൊക്കെ പേര് മാത്രമേ ഉള്ളൂ. അതെ അതെ, ഇടുക്കിയിലെ സിറ്റികളൊക്കെ അങ്ങനെ. അന്നത്തെ കാലത്ത് ഇതുവരെ. അപ്പോൾ ഈ റൊട്ടി താഴെ ഇറക്കി വെച്ച് വർത്താനം കഴിഞ്ഞ് എവിടാന്നൊരു ഒച്ച കേട്ടു. നോക്കിയപ്പോൾ ഒരു 30 അടി അപ്പുറം ഷെഡ് അങ്ങ് താഴോട്ട് പൊളിഞ്ഞാടുകയാണ്. അടിച്ചിൽ വീഴുന്നത് പോലെ ആ സാധനം നിലത്തേക്ക് അങ്ങ് വീണു. അയ്യോ, ആ മനുഷ്യനും വന്ദിച്ചു പോയി, ഞാനും വന്ദിച്ചു പോയി. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ നട്ടെല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ ഓർക്കണം, ആ മനുഷ്യൻ പറഞ്ഞ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിലും കുറെ ചുമട്ട് ഇത് നടക്കണ ആരാധനാ കേന്ദ്രമാണല്ലോ വീട് നടക്കുന്നത്. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ബോധ്യം വന്നു, ക്രിസ്ത്യാനികളുടെ നട്ടല്ലാണ് ദേവാലയം, കാഴ്ചപ്പാട്. അത് പറഞ്ഞു. ഏതായാലും പിറ്റേ ദിവസത്തോട്ട് ഇനി പള്ളി പണിയാണ്ടിരിക്കാൻ പറ്റൂല്ലോ. ആളുകൾ ഞായറാഴ്ച അതിന് പള്ളി പടിഞ്ഞാടി ആൾ കുറച്ച് പേര് വന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം മാറ്റാൻ പറഞ്ഞു. കുറച്ച് പേരൊക്കെ വന്ന് മാറ്റി. പിന്നെ കുർബാനയെല്ലാം വരാന്തയിൽ മേശയിട്ട് കുർബാന ആളിലും മുറ്റത്തും പിന്നെ അതിൻ്റെ പുറത്ത് എഴുക. ഞായറാഴ്ച തോറും പള്ളിയിലധികം അവർ വരുന്നുള്ളൂ. അവിടെ കുർബാന ചൊല്ലിക്കൊണ്ട് പുതിയ പള്ളിക്ക് പ്ലാൻ ചെയ്തു. ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സാമ്പത്തിക കാര്യങ്ങൾ അന്നൊന്നുമില്ല. അത് പ്ലാൻ ചെയ്തു. ആദ്യം പണി അങ്ങ് ആരംഭിക്കാമെന്ന് കൈക്കാരന്മാരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ അപ്പോൾ ക്രിസ്മസ് എടുത്ത് വരാം, നവംബറിലേത്, ഡിസംബറിൽ നമുക്കൊരു പിരിവ് നടത്താം നല്ലപോലെ എന്ന് പറഞ്ഞു. ഡിസംബറിൽ ഗോപിപ്പിള്ള എന്ന് പറഞ്ഞ ഒരു ഹൈന്ദവനാണ് എൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് വരുന്നത്. ഈ ഹാർമോണിയം വായിക്കും. ഞാൻ 7 രാത്രി മുഴുവനും ഈ പുള്ളിയും വേറെ കൈക്കാരന്മാരും ഒക്കെ കൂടി ഞങ്ങൾ പിരിവിന് പോവുകയാണ്. നേരം വിളക്കുമ്പോൾ വരും. രാത്രി മുഴുവൻ ഹാർമോണിയം വായിക്കാൻ ഈ ഇങ്ങനെ ഒരു ഹൈന്ദവൻ അവിടെ അറിയാവുള്ളൂ. അത് തോളെ തൂക്കിയിട്ട് പാട്ട് പാടും. വീടുകളിൽ ചെന്ന് പാട്ട് പാടും. അത് ചെല്ലുമ്പോൾ എന്തെങ്കിലും വേണ്ടേ. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് അങ്ങ് സഹകരിച്ചു. അപ്പോൾ എല്ലാവർക്കും അറിയാം പള്ളി പൊളിഞ്ഞാടിപ്പോയി എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുക്കണം, അച്ഛൻ പണിയണമല്ലോ എന്നറിയാം. അപ്പോൾ എന്നെ പറ്റിയൊന്നും അറിയത്തുമില്ല കൂടുതലായിട്ട്, പണിയുന്ന ആളാണോ ഇല്ലാത്തതാണ്. ഏതായാലും ഈ ഇത് പിരിവുകളെല്ലാം നടത്തി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പണി തുടങ്ങാനുള്ള കാശായി എന്നുള്ള ധൈര്യമായി. അത് കഴിഞ്ഞ് പണിയങ്ങ് ആരംഭിക്കാമെന്ന് ഞാൻ കൈക്കാരന്മാരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ എൻജിനീയർ അച്ഛനുണ്ടായിരുന്നു, കളപ്പുര അച്ഛൻ മരിച്ചു. അച്ഛന് ഇവിടുന്ന് കൊണ്ടുപോയി. കോതമംഗലത്തായിരുന്നു അച്ഛൻ, ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ പോയി കുറ്റി വെച്ച് തന്നു. കുറ്റി വെച്ച് തന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പൊതുപ്പണിയായിട്ട് അങ്ങ് മാന്തി പണി തുടങ്ങാമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, താഴെ ഒരു മന്നാ കോളനി ഉണ്ട്. മന്നാന്മാരുടെ കോളനിയാണ് താഴെയുള്ളത്. തോപ്രാൻ്റെ ശവമൊക്കെ അടങ്ങിയിരുന്ന തോപ്രാൻ പേരും വന്നേ. അവിടെ നിന്നുള്ള ഈ മന്നാന്മാർ, അത് കൈക്കാരന്മാർ ചെന്ന് പറഞ്ഞു, അവരെല്ലാവരും കൂടെ വന്ന് ഫ്രീ ആയിട്ട് ഈ വാനം താത്തി തരുവാണ്. നമ്മുടെ ആളുകളുണ്ട്. എന്നിട്ട് അവർക്ക് ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. അവർ 3-4 ദിവസം വന്നു. ഇതിൻ്റെ അകത്ത് തറയ്ക്കകത്ത് മണ്ണ് കോരിയിടണം. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവർക്കൊക്കെ എന്ത് ഒരു ഭയങ്കര കാര്യമായി പോയത്.
എന്നിട്ട് അച്ഛാ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തോന്നുവാണ്. ഇപ്പോൾ ഒരു പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് സഹകരിക്കുന്ന അല്ലേ ഹിന്ദുക്കളുടെ അക്രൈസ്തവരുടെയുള്ള ഒരു സ്നേഹ കൂട്ടായ്മ, ഭയങ്കര കൂട്ടായ്മയായിരുന്നു. ഞാനൊക്കെ ഇപ്പോൾ ഈ പ്രസംഗത്തിന് ഞങ്ങളുടെ മക്കൾക്ക് എഴുതി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. വളരെ ആവേശത്തോടു കൂടി പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഹൈന്ദവർ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ് നമുക്ക് ഇന്ന്. പക്ഷെ അതൊന്നും നമ്മൾ അധികം കണ്ടിട്ടൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ ഒരു പള്ളി പണിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഹാർമോണിയം വായിച്ച് സന്ധ്യാസമയങ്ങളിൽ വീട് കയറുന്ന, വെളുക്കുന്നതുവരെയും വീട് കയറിക്കൊണ്ടിരുന്ന അക്രൈസ്തവർ, അതേപോലെ തന്നെ മന്നാൻ വിഭാഗത്തിലെ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന കാഴ്ച എത്രയോ സുന്ദരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതൊക്കെ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകണവരല്ലേ അച്ഛനാമ്പഴയിൽ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ സഹകരണം വരുമ്പോൾ നമുക്ക് എല്ലാം മറന്ന് പിന്നെ അവർക്ക് വേണ്ടി തന്നെ ജീവിക്കാമെന്ന് വെച്ചു. അത് മനുഷ്യന് പിന്നെ നമ്മുടെ ആത്മാർത്ഥത മനുഷ്യൻ മനസ്സിലാവും. അത് വലിയൊരു സത്യമാണ്. അപ്പം ഞാൻ എവിടെ ചെല്ലുവാണെങ്കിലും എതിർപ്പുള്ളിടത്തൊക്കെ ആണെങ്കിലും അവിടെ ആളുകൾക്ക് അറിയാം അച്ഛൻ വരുന്നു ഭംഗിയായിട്ട് പണികൾ. എനിക്ക് പിന്നെ ഒരു ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പള്ളി പണിതോടത്തൊന്നും എഞ്ചിനീയറെ കൊണ്ടുപോയിട്ടില്ല. ഞാനിരുന്ന് വരയ്ക്കും ഗ്രാഫ് പേപ്പർ. അത് ഏറ്റവും പ്രധാനം ഫ്രണ്ടും വരച്ച് കിട്ടിയാൽ വലിയ ലക്ഷ്യം മുഖവാരം ഭംഗിയായിട്ട് വരച്ചാൽ പിന്നെ ബാക്കി നമുക്കറിയാമല്ലോ. ഇതിൻ്റെ പുറക്കത്തിൽ ഷെയ്ഡ് കൊടുക്കണം, അതിൻ്റെ മുകളിൽ വെന്റിലേഷൻ വെക്കണം, പിന്നെ 2 വെന്റിലേഷനാണ് ഒരൊറ്റടിയും കൂടെ പൊക്കി കൊടുക്കണം. അങ്ങനെ നമുക്കറിയാം അതിൻ്റെ സങ്കീർത്തിയുടെ അവിടെ മധുവാക്കകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്യിക്കും. അത് ഇതേപ്പറ്റി അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. പിന്നെ മെയിനായിട്ടുള്ള നമ്മൾ തന്നെയായിരിക്കും അതിന് പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഒരു എഞ്ചിനീയറിംഗിന് പോകേണ്ടതായിരുന്നു. അതെ. എന്നോടൊരു മെത്രാൻ ചോദിച്ചു, മിഷൻ്റെ കാട്ടുറൂടി പിതാവ് അവിടെ വന്ന്, അത് പോത്താനിക്കാടാണ് പൈങ്ങൂട്ടനാണ്, 2 പള്ളി ഞാൻ പോത്താനിക്കാടാണ് വന്ന്. കാട്ടുറൂടി പിതാവ് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ എഞ്ചിനീയർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എഞ്ചിനീയറിംഗ് പഠിച്ചതാണോ എന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചതൊന്നുമല്ല, എനിക്ക് സ്വാഭാവികമായിട്ട് കിട്ടിയ കഴിവാണ്. എന്നിട്ട് ചോദിച്ചു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പിതാവിനൊരു സ്ട്രക്ചർ വരച്ചു കൊടുത്തു. പിതാവ് റിട്ടയർ ചെയ്ത് വന്നു. പുള്ളി കടൂരുകാരനായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഗ്രഹം കണ്ട് അങ്ങനെ ഒരു പ്രത്യേക പിന്നെ അതോടുകൂടി തന്നെ ആളുകളോട് ഞാൻ ആവശ്യമില്ല ദേഷ്യപ്പെടുകയില്ല, ആവശ്യത്തിന് ഞാൻ ദേഷ്യപ്പെടുകയില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വെറുതെ നമ്മൾ ദേഷ്യപ്പെട്ട ഒരു ശത്രുവിനെ കൂടി നമ്മൾ ഉണ്ടാക്കാവുന്നുള്ളൂ. അതെനിക്ക് വ്യക്തമായിട്ടറിയാം. പിന്നെ ഞാൻ പരസ്യപ്പെടുത്തുകയില്ല. ചില ഇങ്ങനെയൊക്കെ പൈസ കിട്ടിയതെല്ലാം ചുമരയിലൊക്കെ ഒട്ടിക്കും. അതൊന്നും ഒരു പ്രോത്സാഹനമല്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രത്യേകതയൊന്നുമില്ല. ഒന്നും പറയാണ്ട് നമ്മൾ കാര്യങ്ങൾ മൊത്തത്തിൽ കിട്ടിയ പൈസ പറയും. പിന്നെ കമ്മിറ്റികളൊക്കെ ഉണ്ട്, മാസം തോറും കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഒരു നേച്ചറാണ് എനിക്കുള്ളത്. ആ രീതിയിൽ കാര്യങ്ങളൊക്കെ ശാന്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള രീതി ഉള്ളതുകൊണ്ട് എനിക്ക് ഈ പണികളൊക്കെ നടത്തുന്ന എല്ലാ ഇടവുകളിലും അതെ പണികൾക്കൊന്നും ഇനി വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഈ ഷെഡ് പിന്നീട് എന്നാണ് പള്ളിയായിട്ട് വന്നത്? പള്ളിയായിട്ട് 1-2 കൊല്ലം എടുത്തു. 3ാമത്തെ കൊല്ലം ഞാൻ ഇവിടെ നിന്ന് മാറുകയും ചെയ്തു. പള്ളിയായി കഴിഞ്ഞപ്പോൾ നല്ല കരിങ്കല്ലിൻ്റെ 1-ാം തരം പള്ളി, അന്നത്തെ ഏറ്റവും നല്ല പള്ളിയായിരുന്നു. പക്ഷേ അന്ന് ഇടവക്കാരവിടെ 140-150 പേരൊറ്റ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ആ തോപ്രാങ്കുടിയല്ലേ, അങ്ങ് ഏലക്കാനായിരുന്നു മുഴുവൻ. പിന്നെ ഈ ഏലക്കാനം വെട്ടി ആളുകളും കയറി, കുത്തപ്പാട്ടാണ് ഏലപ്പാനം, അത് വെട്ടി നശിപ്പിച്ച് കളഞ്ഞ് വെച്ച് അവർ തീയിട്ട് കണ്ടാൽ സഹിക്കുകയില്ല. വലിയ ഈ മുഴുപ്പള്ളി ആഞ്ഞിലിയൊക്കെ ചുമ്മാ പതിൽ കത്തി പോകണതാണ്. അതെല്ലാം കത്തി കൊടിയും കിട്ടും. കൊടി ഇങ്ങനെ ഇരച്ച് കയറി കഴിഞ്ഞപ്പോൾ ആളുടെ താമസം വരും. 900 വീട്ടുകാരായി. അന്നേരത്തേന് ഞാൻ ഈ പണിത് 6 പള്ളികൾ, ഈ ഒരു പള്ളിയെ പഠിച്ചോളൂ. ആ പള്ളിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, ഞാൻ അതിൽ വെച്ചിരുന്ന കുരിശുരൂപം, അത് ചങ്ങനാശ്ശേരി ജിയോ ഫൈൻ ആർട്സിൻ്റെ അടുത്ത് ഞാൻ പോയി മേടിച്ച് ഓർഡർ എടുത്ത് മേടിച്ചത്. ആ കുരിശുരൂപം ഇന്നും ആ പള്ളിയിൽ ഇരിപ്പുണ്ട്, എൻ്റെ ഓർമ്മിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷമുണ്ട് അവിടെ ചെന്ന്. അല്ലെങ്കിൽ പഴയ ആളിലൊക്കെ തീർന്ന് ഞാൻ എത്ര വർഷം അവിടെ ഇരിക്കുന്നത്, 1975 അവിടെ ചെന്ന്. ഇപ്പോൾ അതിൻ്റെ 10-45 വർഷം കൊണ്ട് കാരണന്മാരെല്ലാം മരിച്ചുപോയി. അതുകൊണ്ട് എന്നാലും പോയിട്ട് അവർ വിളിച്ചായിരുന്നു, ജൂബിലിക്കായിട്ട് അന്ന് പോയായിരുന്നു. അന്ന് പ്രസവം നടത്തിയപ്പോൾ കുറച്ച് ആളിലൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. അവർക്ക് വിഷമമായിരുന്നു പോകുന്ന. അപ്പോൾ പള്ളി പണിത് കഴിഞ്ഞപ്പോൾ നേരെ ഫ്രണ്ടിൽ ഒരു പിന്നെ ഹിന്ദുവിൻ്റെ പറമ്പ് കിടക്കുന്നു. അവൻ ചെന്ന് അവൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഈ പള്ളി പണിത് കഴിഞ്ഞു നേരെ ഒരു വഴി കൊടുക്കണം നമുക്ക്. അയാൾ എന്നിട്ട് ആ വഴി 12 സെൻറ്റ് സ്ഥലം നേരെ, അപ്പോൾ അപ്പുറം 2 അവരുടെ ആ വഴി ചെന്നേച്ച് മറ്റേ മെയിൻ വഴിയിലേക്ക് ചെന്ന് കയറും. അങ്ങനെ ആ സ്ഥലം തന്നു. അതിനുശേഷം അടുത്ത അച്ഛന്മാരൊക്കെ വന്നപ്പോൾ ഈ തുണ്ട് തന്നു. അങ്ങനെ ഓരോ രീതിയിൽ ഇവരെല്ലാ രീതിയിലും അങ്ങനെ സഹകരണം ഉണ്ടായിരുന്നു.
അതൊക്കെ ഒരു പ്രത്യേകത. പിന്നെ ഇനി ഏറ്റവും പ്രത്യേകത വേറൊരു കാര്യം, അടുത്ത ഈട്ടിത്തൊപ്പിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് 2 ഹൈന്ദവ പിള്ളേരാണ് വന്നത് പാട്ട് പാടാനായിട്ട്, ഹാർമോണിയം വായിക്കാൻ. ദാമോദരൻ്റെ മക്കളെന്ന് പറയും. ആ 2 പിള്ളേർ പള്ളിയുടെ തൊട്ടക്കരെ. ഞായറാഴ്ച ഈ പിള്ളേർ ഹാർമോണിയം തൂക്കി പിടിച്ചുകൊണ്ട് കയറി. അപ്പോൾ ഒരുപാട് അകലമില്ല, ഈ റോട്ടിൽ നിന്ന് ഇവിടെ കയറിയാലുണ്ടാവും, അവരവിടെ നേരത്തെ തൊട്ടുള്ള ഈ പിള്ളേർ വന്നാണ് ഞായറാഴ്ച തോറും കുർബാനയ്ക്ക് ഈ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നത് ആ പിള്ളേരായിരുന്നു. എന്ത് ഭയങ്കര ഒരു കാലമാണ്. പക്ഷേ മതസൗഹാർദ്ദത്തിന്റെ കാലം മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു അച്ഛന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതിൽ. ഈ പിള്ളേർ ആ 2 പേര് ഹാർമോണിയത്തിന്റെ കുഴയുണ്ടല്ലോ, ആ കുഴയെ പിടിച്ചുകൊണ്ട് നടന്ന് കയറി വരുവാണ് ഞായറാഴ്ച. ആളുകൾക്കും വലിയ ഇഷ്ടമാണ്, കാരണം പാട്ട് അവർ ഹാർമോണിയം നല്ലപോലെ പഠിച്ചതാ കൊച്ച്. അതനുസരിച്ച് ഞാനെന്താ നമ്മുടെ ഇവിടെയുള്ള പിള്ളേർ ചെറുപ്പക്കാരൊക്കെ പഠിപ്പിക്കാതെ 12 പിള്ളേരെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞ് ഒറ്റ പിള്ളേർ. ഇത് പഠിക്കാൻ അത്ര എളുപ്പമല്ലേ. ഇവർക്ക് ഈ പയ്യനിങ്ങനെ ഹാർമോണിയം വായിക്കണമെന്ന് വലിയ സന്തോഷമായിരുന്നു. പക്ഷേ അവസാനം പിള്ളേരെല്ലാം ഇട്ടിച്ചു പോയി, ആരും അത് പഠിക്കില്ല. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് 3 വർഷമായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനവിടെ മാറ്റം ആയി. എനിക്ക് അവിടെ നിന്ന് എഴുമ്പേലിനാണ് പോയത്. പിന്നെ ഈ പള്ളികൾ പണിതോടും പറയുകയാണെങ്കിൽ പിന്നെ ആദ്യമായിട്ട് ഞാൻ പണിത് പോത്താനിക്കാട് പള്ളി ആദ്യം പണിത്. പോത്താനിക്കാട് പണിത് തീർന്നപ്പം അതിൻ്റെ അടുത്തുള്ള പെരിങ്ങഴ പള്ളി, അതിൻ്റെ അടുത്തുള്ള പിന്നെ അടുത്ത പള്ളി, അങ്ങനെ 3 പള്ളികൾ. പിന്നെ ആദ്യത്തെ ഇവിടെ ഇതിൻ്റെ അകത്ത് വേറൊരു സംഭവം, അത് കൂടാണ്ട് പാണ്ടിപ്പാറയും പിന്നെ കൂമ്പമ്പാറയും ഞാൻ പള്ളി പണിതു. അതൊക്കെ രൂപത വിഭജിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഇടുക്കിയായിപ്പോയി. ഇടുക്കിയിലാണ് 3 പള്ളി. ഇപ്പം ഇടുക്കിയിലും 3 പള്ളി കോതമംഗലത്തുമായിട്ടാണ് നിൽക്കുന്നത്. മൊത്തം 6 പള്ളി. 6 പള്ളിയിൽ 3 ഇടുക്കിക്കാരുടെ ഇപ്പം മറ്റേ ഒന്നിച്ചിടുന്നതല്ലേ. പിന്നെ അത് തന്നെ ഈ 7 പള്ളി പണിയിച്ച തോമസ് ലീഗയ്ക്ക് ശേഷം 6 പള്ളി പണിയിച്ച ജോണച്ചൻ. പിന്നെ എനിക്ക് ഒരു സങ്കടവും വന്ന ആളോട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ രൂപത തിരിഞ്ഞത് നമുക്കൊത്തിരി ദോഷമുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരായ അച്ഛന്മാർ സെമിനാരിയിൽ എത്ര കൊല്ലം പഠിച്ചാലും കിട്ടാത്ത ഒരു ഫോർമേഷൻ കിട്ടും ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ താമസിച്ചുകൊണ്ട്. അവരുടെ ആത്മാർത്ഥതയും സ്നേഹവും കണ്ടു കഴിഞ്ഞാൽ ഈ 10 കിലോമീറ്റർ നടക്കുമ്പോൾ കരിമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങി രാജമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. അവിടെ വന്നപ്പോൾ താഴെ ഒരു വീടുണ്ട്, ആ വീട്ടിലെ ചേർത്തി എന്നെ വിളിച്ചു, അച്ഛാ ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാം അവിടെ എല്ലാവരും ഒരു ഇതല്ലേ, ഞാനവിടെ ഇറങ്ങി ചെന്ന് ഇച്ചിരി കാപ്പി കുടിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നടന്നാ വരുന്നതെന്ന് അറിയാം. 6 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ വീട്. അവിടെ നടന്നിറങ്ങി ചെന്ന് കഴിഞ്ഞു, ഞാനവിടെ ഇരുന്നു. അപ്പോൾ എനിക്കൊരു വിശ്രമമായില്ലോ എന്ന് ഓർത്ത് പിന്നെ അന്ന് ലോഹ ഇട്ടുകൊണ്ട് അല്ലാണ്ട് ഞങ്ങൾ നടക്കില്ല. ഈ മഴയത്തും വെയിലത്തും എല്ലാം ഈ 10 കിലോമീറ്റർ നടന്നു പോകണ ലോഹ ഇട്ടുകൊണ്ടാണ്. ആളുകൾക്ക് അതിൻ്റെ ഒരു ബഹുമാനമുണ്ട്, ഞങ്ങൾക്കാണ് ഊരാൻ തോന്നുന്നില്ല. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഞങ്ങൾ. ഈ ചേട്ടത്തി കുറച്ച് നേരം കാണുന്നില്ല, ഇതെന്ത് കളിയായത്, ചേട്ടത്തിനെ കാണുന്നില്ലോ എന്ന് ഓർത്ത് ഞാൻ പതുക്കെ വിളിച്ചു കഴിഞ്ഞു. അത് പാവം ചേട്ടത്തി പതുക്കെ ആ വാതിലിൻ്റെ അടുക്ക് വന്നു ചോദിച്ചു, അച്ഛാ പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞു. പാവം. ഞാനന്നേരം അതിനെ സമാധാനപ്പെടുത്തി. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രമേഹത്തിൻ്റെ ആരംഭമുണ്ട്. അത് പറഞ്ഞത് നേരെ 37 വർഷമായി ഇപ്പം എനിക്ക് പ്രമേഹം പിടിച്ചിട്ട്. അന്നൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ എഴുമേലി ചെന്നപ്പോഴത്തേനും പതുക്കെ പ്രമേഹത്തിൻ്റെ കൃപയായിട്ട് കിട്ടി. അല്ല, അതൊരു കൃപയായിട്ടാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കാരണം അന്ന് ഞാൻ ഇപ്പോൾ 69 കിലോ, 74 കിലോ വരെ ആയപ്പോഴാണ് പ്രമേഹം പിടിച്ചത്. അപ്പോൾ തന്നെ ഡയറ്റൊക്കെ നോക്കിയാൽ കുറഞ്ഞു. അലി ഒരു 80 കിലോ 90 കിലോ ഒക്കെ ആയി പോയേനെന്ന് എനിക്ക് തോന്നുകയാണ്. ആഹാരത്തിന് നിയന്ത്രണം വഴി നമ്മൾ പെട്ടെന്ന് തടി വയ്ക്കും. അപ്പോൾ അങ്ങനെ ഈ ആൾക്കാരുടെയൊക്കെ ആത്മാർത്ഥതയും സഹകരണം കണ്ടു കഴിയും നമുക്ക് അവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ളൊരു മനസ്സ് വരും. അതൊരു ഭയങ്കര ഇതാണ്, നമ്മുടെ ഹൃദയം ജ്വലിക്കുകയാണ്. കാരണം ആൾക്കാരുടെ വലിയൊരു സ്നേഹം, അതേപോലെ തന്നെ ദൈവത്തെ പോലെ പുരോഹിതരെ കാണുന്ന ആൾക്കാരുടെ ഒരു കാലഘട്ടം അല്ലേ? അതെ. ആ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കും ചില ആളുകൾക്ക് ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചില അലർജിയുള്ളവരുണ്ട്. അതും അനുഭവപ്പെട്ടു. ഈ പള്ളി പൊളിഞ്ഞ് ചാടി കിടക്കുമ്പോൾ ഞങ്ങൾ പിരിവിന് പോയി. എല്ലാവരും സഹകരിച്ചു കേട്ടോ. പിരിവിന് പോയി കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്മസിന് ഹാർമോണിയം കൊണ്ടുപോയി. അല്ലാത്തപ്പോൾ ഞങ്ങൾ കൈക്കാരൻ വരെ വിരിപ്പ് കൃഷിയുണ്ട്. ആ വിരിപ്പ് കൃഷി ഒരുപാട് നെല്ല് കിട്ടും. പറമ്പിലെല്ലാം വിരിപ്പ് കൃഷി ചെയ്യാം. അങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ പിരിവിന് പോകുന്നത്. ആ പിരിവിന് ചെന്ന് കഴിഞ്ഞപ്പം ഒരു ദൈവമേട് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറഞ്ഞു, ഇനി ഇവിടെയെങ്കിലും പള്ളി പണിയാൻ പോകണില്ല അച്ഛാ തോപ്രാങ്കുടിയിൽ, ഞങ്ങൾ ഇവിടെ ഒരു പള്ളി തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. ആളുകൾ പറഞ്ഞാൽ, അപ്പം നിങ്ങളെങ്ങനെയാണ് പള്ളി തുടങ്ങി? ഞാനല്ലേ ഇവിടുത്തെ കാര്യം. അല്ല, മുരിക്കാശ്ശേരിയുടെ അടുത്താണ് ഈ സ്ഥലം, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുരിക്കാശ്ശേരി അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു. ചില അച്ഛന്മാരും മകനുമായിട്ടും സമ്മതിക്കും. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ തോപ്രാങ്കുടിയിലും പള്ളിയില്ല, എന്നാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റേഷൻ പള്ളി ഉണ്ടാക്കാം മുരിക്കാശ്ശേരിയുടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പിരിവ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ അവനോട് സമാധാനം പറഞ്ഞു.
ഒരു പ്രതിസന്ധി. പ്രതിസന്ധിയായി. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ പള്ളി പണിയാൻ ആരംഭിക്കുന്നില്ല എങ്കിൽ ഇവിടെ പണി നടന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ കാശ് തന്നാൽ മതി, അല്ലെങ്കിൽ എല്ലാം പിരിവ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിച്ച് അത് പോന്നു. വേറൊരു വീട്ടിൽ ചെന്ന് ഇത് തന്നെ അവർ ഞങ്ങളിവിടെ ദൈവമേട്ടെ പള്ളി പണിയാൻ പോകുന്നത്. ഞങ്ങൾ രാവിലെ ചെല്ലണേ, കൈക്കാരന്മാരും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ കേട്ടു എക്സൈസുകാരി എന്നവരെ പിടിച്ചിട്ട് 10,000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വന്നു. ദൈവമേട്ടെ 10,000 കൊടുത്ത് പോയി. അതിന് 2 ദിവസം ഈ ചേട്ടത്തി വന്നേച്ച് പറയാം, എൻ്റെ അച്ഛാ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു, കല്ലൂർക്കാടുകാരവർ, എനിക്കറിയാം, ഞാൻ അസന്ധിയായിരുന്ന സ്ഥലമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് കാശ് കൊടുക്കുക അച്ഛൻ, ആ പള്ളി പൊളിഞ്ഞാടിപ്പോയതല്ലേ പണിയാൻ പോകുന്നത്, ഇവിടെ എങ്ങും പണി നടക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കില്ല, നീ കൊണ്ട് കൊടുത്തേരെ വേണമെങ്കിൽ. ആ ചേട്ടത്തി പൈസ കൊണ്ട് തന്നു. അങ്ങനെ അതുപോലെ വേറൊരു സ്ഥലത്ത് തേങ്ങ തട്ടുമ്പുറത്തിട്ടേക്ക് പറഞ്ഞു. അവരവിടെ സ്ഥിരതാമസമല്ലേ, ഈ തോപ്രാങ്കുടി സ്ഥലമുണ്ടെന്നുള്ളൂ. അവനിത് തന്നെ പറഞ്ഞു, ഞാനിവിടെ സ്ഥിരതാമസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവനവിടെ അന്ന് പോയിട്ട് വീട്ടിലേക്ക് പോയി. ഈ മുണ്ടക്കൈത്തെ ഭാഗത്തെ കണ്ട വീട്. അവൻ പോയി കഴിഞ്ഞ് ഞാനാണ് ആ തേങ്ങ മുഴുവൻ മറിച്ച് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഇവൻ ഇതുപോലെ തന്നെ ചെയ്തു. വേറൊരു സ്ഥലത്ത് ആളുകൾക്ക് ഒന്നാം ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് കുറേയൊക്കെ കൊടുത്ത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് തരണമെന്നില്ല. അവരിങ്ങനെ നോക്കും, അവർക്കും ദാരിദ്ര്യമല്ലേ. അല്ലെങ്കിൽ തേങ്ങ വിത്ത് തേങ്ങയായിരുന്നു അവിടെ ഇട്ടിരുന്ന പാകാനായിട്ട് ചെയ്തിരുന്നായിരുന്നു. എന്നാലും ഒരു ദൈവഭയം അവരുടെ ഉള്ളിൽ വരുന്നുണ്ടല്ലേ, അതുകൊണ്ടാണോ മാത്രമല്ല അതൊരു സിദ്ധിയുള്ള അച്ഛനാണ് എന്ന് അല്ലേ എല്ലാവരും കരുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സിദ്ധിയുടെ കാര്യം പറഞ്ഞാൽ പാണ്ടിപ്പാറ ഭയങ്കര സിദ്ധിയായിരുന്നു കേട്ടോ. ശരി. അപ്പം അങ്ങനെ ചില ഇത് വരുന്നു. അപ്പം ഞാൻ മനസ്സിലോർക്കും ഇവർക്കൊന്നും വലിയ വിവരവും കാര്യങ്ങളും ഇല്ല, വീട്ടിലും ദാരിദ്ര്യമായിരിക്കും അവരുടെയൊക്കെ. അപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഇവിടെ നീ കൃഷി ചെയ്ത് ഉണ്ടാക്കണം ജീവിക്കുന്ന ഓർത്ത് ഞാൻ മൈൻഡ് ചെയ്യാൻ പോവില്ല. പിന്നെ പക്ഷേ ആത്മാർത്ഥതയുള്ളവർ നല്ല ആത്മാർത്ഥത കാണിക്കുന്നതുകൊണ്ട് അവരോട് എനിക്ക് സഹകരിക്കാണ്ടിരിക്കാനും പറ്റുകയില്ല. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോണച്ചൻ്റെ സാഹസികതകളും അലിവും കരുണയും സ്നേഹവും ഒക്കെ നിറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് കാത്തിരിക്കാം വീണ്ടും കൂടുതൽ ആർജവത്തോടെ ആവേശത്തോടെ.